ഇവിടെ നാം നമ്മുടെ കേരളത്തിൻ്റെ അകത്ത്, ജില്ലകൾക്കകത്ത്, ഗ്രാമങ്ങൾക്കകത്ത് അറിയപ്പെടാത്ത ഒരു പ്രാദേശിക ഗ്രാമീണ അടിയാള ജീവിതത്തിൻ്റെ ആവിഷ്കാരമായിട്ടുള്ള ഒരു പുസ്തകത്തെ ആണ് ഇന്ന് നമ്മളുടെ സംഭാഷണ വിഷയമാക്കുന്നത്. അത് മുണ്ടകൻ കൊയ്ത്തും മുളയരി പായസവും എന്ന ഈ പുസ്തകമാണ്. ഇത് എഴുതിയിരിക്കുന്ന ശ്രീ പി കെ മാധവൻ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമാണ്. ഈ ആദ്യത്തെ പുസ്തകത്തിന് മുണ്ടകൻ കൊയ്ത്തും മുളയരി പായസവും എന്നുള്ള ശീർഷകം ആണെങ്കിൽ തന്നെയും അതിൻ്റെ ഉപശീർഷകം എന്ന് പറയുന്നത് ഒരു അടിയാളൻ്റെ ആത്മകഥ എന്നുള്ളതാണ്. അങ്ങനെ ഒരേ സമയം ഈ പുസ്തകത്തിൻ്റെ മുഖചിത്രം കാണുമ്പോൾ രണ്ട് തരത്തിലുള്ള ശീർഷകങ്ങൾ നമ്മളെ രണ്ട് തരത്തിലുള്ള അനുഭവ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പുസ്തകം വായിച്ചിട്ടില്ല എങ്കിൽ തന്നെയും രണ്ട് തരത്തിലാണ് അതിൻ്റെ ശീർഷകം നമ്മളുടെ മനസ്സിനോട് സംവദിക്കുക. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ശീർഷകമായിട്ടുള്ള മുണ്ടകൻ കൊയ്ത്തും മുളയരി പായസവും എന്ന് കേൾക്കുമ്പോൾ മുണ്ടകൻ പാടങ്ങളെക്കുറിച്ചും മുണ്ടകൻ കൊയ്യുന്നതിനെക്കുറിച്ചും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അന്നത്തെക്കുറിച്ചും ഓരോ അരിയിലും അത് ആര് കഴിക്കണം എന്ന് ആരൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തെക്കുറിച്ചും ആ അരി ഉണ്ടാക്കുന്നതിന് വേണ്ടി കർഷകർ നടത്തുന്ന യജ്ഞങ്ങളെക്കുറിച്ചും അതിജീവനങ്ങളെക്കുറിച്ചും ആ കർഷകർ ഇക്കാലം അത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അടിച്ചമർത്തലിൻ്റെയും അതിനുശേഷമുള്ള അതിജീവനത്തിൻ്റെയും കഥകളൊക്കെ ഓർമ്മിക്കുകയും ഒപ്പം തന്നെ മുളയരി പായസം എന്ന വാക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാവിൻ്റെ തുമ്പിലേക്ക് ഒരു പ്രത്യേകതരം രുചിയുടെയും അഭിരുചിയുടെയും ആന്തോളനങ്ങൾ ഉണ്ടായി എന്നും വരികയും ചെയ്യും. അപ്പോൾ മുളയരി പായസം കഴിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ നമ്മുടെ നാവിൻ്റെ രുചിഭേദങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അമൃത് കഴിക്കുന്നതിന് തുല്യമായിട്ടുള്ള രുചിയാണ് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ഒന്നാണ് മുളയരി കൊണ്ടുള്ള പായസം. അങ്ങനെ രുചിയെക്കുറിച്ചും അഭിരുചിയെക്കുറിച്ചുമുള്ള രണ്ട് അനുഭൂതികൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു പക്ഷേ ഈ പുസ്തകം വായിക്കാതെ തന്നെ കവർ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു തോന്നലുണ്ടാക്കുന്നു. തൊട്ടു താഴെ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു അടിയാളൻ്റെ ആത്മകഥ എന്ന ശീർഷകം വരികയും ചെയ്യുന്നു. ശ്രീ പി കെ മാധവൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലെ വളയൻചിറങ്ങര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇല്ലിമുളം കാടുകൾക്ക് അരികിൽ ജനിച്ചു വളർന്ന ഒരു പറയൻ ആണ്. DC ബുക്സിൻ്റെ ഈ വേദിയിൽ വന്നിരുന്നിട്ട് ജാതി പറയുന്നോ എന്ന് തിരിച്ച് ചോദിക്കാൻ തോന്നിയേക്കാമെങ്കിലും ജാതി പറഞ്ഞോളൂ, പറയുക തന്നെ വേണം എന്ന് പറയുന്ന ആളാണ് പറയൻ എന്ന് ഞാൻ വിശേഷിപ്പിച്ച ശ്രീ പി കെ മാധവൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇല്ലിമുളങ്കാടുകൾക്കകത്ത് ഒരു ഗ്രാമത്തിൽ ജനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുഴുവനും രാവും പകലും പണിയെടുക്കുന്നു, മേലാളന്മാർക്ക് വേണ്ടി പണിയെടുക്കുന്നു. ഒരു പകലന്തിയോളം മുഴുവൻ പണിയെടുത്തിട്ടും ആകെ കഴിക്കാൻ കിട്ടിയിരുന്നത് വെറും കഞ്ഞി മാത്രമാണ് എന്ന് ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. കഞ്ഞിയല്ല, കഞ്ഞി വെള്ളം. ആ ഒരു ജീവിതത്തിൽ നിന്ന് അതിനിടയിൽ രാത്രി വട്ടിയും കുട്ടയും നെയ്ത് അതിനിടയിൽ പഠിച്ച് വ്യവസായ പരിശീലന വകുപ്പിൽ, തൊഴിൽ നൈപുണ്യ വകുപ്പിൻ്റെ വ്യവസായ വകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായിട്ട് വിരമിച്ചതിന് ശേഷമാണ് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഈ പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എന്താണ് ഒരു അടിയാളൻ്റെ ആത്മകഥ എന്ന് ഇതിന് ഉപശീർഷകം ഇടാൻ കാരണം എന്നുള്ള ചോദ്യമാണ് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. അതിനു മുൻപ് ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തെ ഒരു ഖണ്ഡിക ഒന്ന് വായിക്കുകയാണ്. അഡീഷണൽ ഡയറക്ടറുടെ കസേരയിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ വരുന്ന ഫോൺ കോളുകളിൽ മാധവൻ നായരല്ലേ, മാധവൻ പിള്ളയല്ലേ എന്നെല്ലാം ചോദിക്കാറുണ്ട്. കസേരയുടെ മഹത്വം കളയാതിരിക്കുവാൻ സമചിത്തത ശീലിച്ചിരുന്നു. അല്ല, വെറും മാധവൻ ആണെന്ന് മറുപടി നൽകും. മനസ്സിൽ തോന്നും, അല്ല, മാധവൻ പറയൻ, എന്നാൽ അത് പറയാറില്ല. ഇപ്പോഴാണെങ്കിൽ തീർച്ചയായും അത് തന്നെ മറുപടി പറയും. ഈ നിമിഷവും അത് തന്നെയാണോ പറയുക ശ്രീ പി കെ മാധവൻ? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ. എൻ്റെ പ്രഥമ പുസ്തകം പ്രസിദ്ധീകരിച്ചതിനും ഇത്രയും വലിയ ഒരു വേദിയിൽ ചർച്ച ചെയ്യുവാനും അവസരം നൽകിയ DC ബുക്സിൻ്റെ ഭാരവാഹികൾക്ക് ആദ്യമായി നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ചോദ്യം വളരെ പ്രസക്തമാണ്. മറുപടിയും വളരെ ദീർഘമായ മറുപടിയും പറയാനുള്ള ഒരു വസ്തുതയാണ്. പക്ഷേ ചുരുക്കി പറയാം.
ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ അടിയാളൻ്റെ ആത്മകഥ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ചെറിയ വാക്ക് പറയേണ്ടിയിരിക്കുന്നു. അതാണ് എന്നോട് ചോദ്യകർത്താവ് ബിനേഷ് ആവശ്യപ്പെട്ടത്. ശരിക്കും നമ്മുടെ തലമുറയ്ക്ക് അന്യമായ, നമ്മുടെ തലമുറ പറഞ്ഞ് ശീലിക്കുന്നുവെങ്കിലും അതിൻ്റെ ഭീകരത അന്യമായ ഒരു വാക്കാണത്. അതിന് ശരിയായിട്ടുള്ളൊരു നിർവചനം എനിക്കൊരിടത്തും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഏകദേശം 150-200 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചാതുർവർണ്ണ്യം എന്നൊരു വ്യവസ്ഥ നിലവിലിരുന്നു. ചാതുർവർണ്ണ്യം എന്ന് പറയുമ്പോൾ ഹിന്ദു മതത്തിലെ വിവിധ ജാതികളെ കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ പല തട്ടുകളായി തിരിച്ചിട്ട് അവരെ വിഭജിച്ചിരുന്നു. ഏറ്റവും വേദം പഠിക്കുവാൻ അർഹതപ്പെട്ടവൻ ബ്രാഹ്മണനെന്നും, രാജ്യം ഭരിക്കുന്നവൻ ക്ഷത്രിയനെന്നും, വ്യവഹാരം നടത്തുന്നവൻ വൈശ്യനെന്നും, അവർക്കെല്ലാം ദാസ്യപ്പണി നടത്തുന്നവൻ ശൂദ്രനെന്നുമാണ് വിഭജിച്ചിരുന്നത്. എന്നാൽ ഇതിന് ഒന്നും പെടാത്ത കുറേ ജാതികൾ, കുറേ മനുഷ്യർ സമൂഹത്തിൽ ജീവിച്ചിരുന്നു. അസ്പൃശ്യരെന്നും അദൃശ്യരെന്നും അനർഹരെന്നോ തൊട്ടുകൂടാത്തവരെന്നോ എന്നൊക്കെ വിളിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു. അവരെയാണ് അടിയാളർ എന്ന് വിഭാവനം ചെയ്യുന്നത്. എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കും, അത്തരം ഒരു സമുദായത്തിൽ, അതിൽപ്പെട്ട ഒരു സമുദായത്തിൽ ജനിച്ച ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ഇതിൻ്റെ ഭീകരതാവസ്ഥ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഭീകരാവസ്ഥ പറയുമ്പോൾ അന്ന്, അതായത് 1956 മുമ്പ് ഉയർന്ന ജാതിക്കാരെ തൊട്ടുകൂടായിരുന്നു, തീണ്ടിക്കൂടായിരുന്നു, നോക്കുക പോലും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നുവെച്ചാൽ തൊടാൻ പാടില്ല, ഇത്ര ഡിസ്റ്റൻസിൽ നിൽക്കണം. ഇപ്പോൾ നമ്പൂരിമാരുടെ അടുത്ത് നിന്നാണ് 70 അടി ദൂരെ ഞങ്ങളെപ്പോലുള്ള നിൽക്കണമായിരുന്നു. റോഡിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, വഴിയിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ല, അമ്പലത്തിൽ തൊഴുവാനുള്ള സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെ ഒരു കൂട്ടം മനുഷ്യരായിരുന്നു ഈ അടിയാളർ എന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ അടിയാളർ എന്നുകൂടി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ചോദ്യം, ലാസ്റ്റുള്ള ചോദ്യത്തിൽ ചോദിച്ചത് മാധവൻ, പലരും ഈ സർവീസ് നമ്മളെ വന്ന് പരിചയപ്പെടുമ്പോൾ ചോദിക്കാറുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഫോണിലൂടെ. അത് എന്ത് അർത്ഥത്തിലാണെന്ന് ഇതേവരെ മനസ്സിലായിട്ടില്ല. മാധവൻ PK എന്ന് എൻ്റെ ഓഫീസിൻ്റെ മുകളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. PK മാധവൻ അഡീഷണൽ ഡയറക്ടർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അകത്ത് കയറുന്ന ഒരാളോ അല്ലെങ്കിൽ ദൂരെ നിന്ന് ഫോൺ ചെയ്യുന്ന ഒരാളോ അത് മാധവൻ നായരല്ലേന്ന്, മാധവൻ പിള്ളി അല്ലേന്ന്, മഹാദേവനല്ലേന്നും ഒക്കെ ചോദിക്കാറുണ്ട്. അത് കേൾക്കുമ്പോഴൊക്കെ മനസ്സിൽ തോന്നുന്ന മറുപടി അവരോട് പറയാറില്ല. കാര്യം നമ്മളിരിക്കുന്ന കസേരയുടെ മഹത്വം കളയാൻ പാടില്ല. ഔദ്യോഗികമായിട്ടുള്ള കസേരയാണല്ലോ. ഓക്കെ, മറുപടി തൃപ്തമായെന്ന് വിശ്വസിക്കുന്നത്. ഈ ശ്രീ PK മാധവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലെ വലിയ ലാളിത്യം, അതേപോലെ വലിയ വിനയം എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ അത് ഈ ഒരു വേദി ആയതുകൊണ്ട് വിനയമായി കളയാമെന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല. പക്ഷേ ഈ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വിനയത്തിലുപരിയായി നേരിട്ടിട്ടുള്ള വലിയ അധിക്ഷേപങ്ങൾ, ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, അടിച്ചമർത്തലുകൾ എന്നിവയെക്കുറിച്ചുള്ള വലിയ പ്രതിഷേധത്തിൻ്റെ സ്വരങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ അങ്ങനെയല്ല. ഈ പുസ്തകത്തിലും ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പറയ വിഭാഗത്തിൽ ജനിച്ച് അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ് അതിൽ അനുഭവിക്കേണ്ടി വന്ന കെടുതികളെക്കുറിച്ച് രോഷത്തോടു കൂടിയും പകയോടുകൂടിയും സംസാരിക്കുന്ന ഒരു ഇരുണ്ട ആഖ്യാനമല്ല ഈ പുസ്തകത്തിലുള്ളത്. മറിച്ച് ഈ പുസ്തകത്തിൽ ഉള്ളത് വളയൻചിറങ്ങര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഈ ഇല്ലിമുളം കാടുകൾക്കകത്ത് എത്രമേൽ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചു തീർത്തത്. അതിനിടയിൽ തൻ്റെ ജീവിതത്തെ ഇത്രമേൽ തകിടം മറിച്ച ജാതി വ്യവസ്ഥയ്ക്കെതിരെ പൊരുതാനോ ഒന്നും അദ്ദേഹം ശ്രമിക്കുന്നില്ല. മറിച്ച് അറിവ് നേടണം, വിദ്യാഭ്യാസം നേടണം എന്നതിന് വേണ്ടി നിരന്തരമായിട്ടുള്ള അധ്വാനം നടത്തുന്ന ഒരു തലമുറയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ. അപ്പോഴും താങ്കൾക്ക് ഈ ജീവിതത്തിൽ ഈ വലിയ ഉയർച്ച നേടാൻ കഴിഞ്ഞു, അഡീഷണൽ ഡയറക്ടർ പദവിയിലേക്ക് എത്താൻ കഴിഞ്ഞു ആ ഒരു സമുദായത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ. പക്ഷെ അത് കഴിയാത്ത അതിഭീകരമായിട്ടുള്ള ദുരിത ജീവിതം നയിക്കുന്നവരെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടോ? അത് ഈ പുസ്തകത്തിൽ വരുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിൽ തന്നെ, അതായത് 70-80 കാലഘട്ടത്തിലെല്ലാം രക്ഷപ്പെടുക എന്ന് വെച്ചാൽ സ്വന്തമായി ഭൂമിയുള്ള ആളുകൾ വളരെ കുറവായിരുന്നു. കാര്യം പണ്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, പല സ്ഥലങ്ങളിലും അടിയാളർക്ക് കിട്ടിയ സ്ഥലങ്ങളിൽ, പതിച്ചു നൽകിയ സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ജനങ്ങളായിരുന്നു ഭൂരിഭാഗവും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ അച്ഛന് സ്വന്തമായിട്ട് 1 ഏക്കറുള്ള സ്ഥലമുണ്ടായിരുന്നു. അവിടെ അത് കൃഷിഭൂമിയാക്കി
പിന്നെ മറ്റുള്ള സ്ഥലത്ത് കൂലിപ്പണിക്ക് പോയിട്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. പക്ഷേ എല്ലാവർക്കും ഇത് പറ്റിയിട്ടില്ല. തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കാതിരുന്ന ആ കൊയ്ത്തും മെതിയും പ്രാരാബ്ദങ്ങളുമായി തന്നെ ജീവിക്കേണ്ടി വന്ന ഒത്തിരി പേർ ഞങ്ങളുടെ നാട്ടിൽ എന്നല്ല കേരളത്തിൽ അന്നുമുണ്ട്, പക്ഷേ ഇന്നുമുണ്ട്. കാര്യം പറഞ്ഞാൽ അതിനുള്ള സാഹചര്യം ലഭിക്കാത്ത ഒത്തിരി പേർ ഇന്നുമുണ്ടെന്ന് ദുഃഖത്തോടു കൂടി പറയേണ്ടിയിരിക്കുന്നു. ഈ ഈറ മുളന്തണ്ടുകളിൽ നിന്ന് ഈറ വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നതാണല്ലോ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കുലത്തൊഴിൽ എന്ന് പറയുന്നത്. അതിനകത്ത് ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈറ തണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പണികൾ, അതിൻ്റെ കലാസൃഷ്ടികളൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാകുമെങ്കിലും ആ ഒരു പ്രക്രിയ വളരെ വലിയ അപകടം ഉണ്ടാക്കുന്നതിന് ആണ് എന്നതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ താങ്കളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ താങ്കളുടെ രണ്ട് കണ്ണുകളും വിടർന്നു നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ പുസ്തകത്തിൽ താങ്കളുടെ അച്ഛൻ്റെ മുഖം ഒരു കണ്ണില്ലാതെ ഒരു വലിയ അധ്വാനം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതാണ്. അതൊന്ന് ഈ നമ്മൾക്ക് വായനക്കാർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം എൻ്റെ അച്ഛനുള്ള ഒരു ട്രൈബ്യൂട്ടാണ് എന്ന് തന്നെ പറയാം. കാരണം അച്ഛൻ അന്നുള്ള ഞങ്ങളുടെ സമുദായത്തിൻ്റെ ആളുകളെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, സാധാരണ രീതിയിൽ കുറച്ച് മദ്യപാനവും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ടായിരുന്നു എന്നെനിക്ക് തുറന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ അമ്മ അങ്ങനെ ഒരു സ്വഭാവമുള്ളവരായിരുന്നില്ല. ഉള്ളത് മുഴുവൻ സ്വരുക്കൂട്ടി. പൊതുവെ അന്നത്തെ കാലത്ത് ഈ അടിയാള സമൂഹത്തിൻ്റെ വലിയ ഒരു താഴ്ചയുടെ പല കാരണങ്ങളിൽ ഒരു കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ അടിച്ചമർത്തലിൻ്റെ വേദനകൾ മറക്കുന്നതിന് വേണ്ടി അവർ ഏറ്റവും വില കുറഞ്ഞ ലഹരികളിലേക്ക് പോയിരുന്നു. അത് കൂടി അവരുടെ ഉയർച്ചയ്ക്ക് തടസ്സമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് താങ്കളെ സംബന്ധിച്ചിട്ട് അങ്ങനെ ആയിരുന്നില്ല അല്ലേ? അല്ല, തീർച്ചയായിട്ടും അല്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ചെയ്യാതെയാണ് അച്ഛൻ ഞങ്ങളെ വളർത്തിയിട്ടുള്ളതും കൂലിപ്പണി ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ പുസ്തകത്തിൻ്റെ ശീർഷകത്തിലേക്ക് തന്നെയാണ്. കാര്യം ഇല്ലി മുള എന്ന് പറയുന്ന ഇല്ലിക്ക് എൻ്റെ ഓർമ്മയിൽ ഒത്തിരി സ്ഥാനമുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒത്തിരി സ്ഥാനമുണ്ട്. അന്നെല്ലാം ഇല്ലി മുള്ളുകൾ അല്ലെങ്കിൽ മുളവേലികൾ നാട്ടിൽ സർവ്വസാധാരണമായിരുന്നു. വേലിയില്ലാത്ത പുരയിടങ്ങൾ ഉണ്ടായിട്ടില്ല, നമുക്കറിയാം. ഇന്നെല്ലാം ഉയർന്ന മതിലുകൾ കൊണ്ട് വീടുകൾ, പറമ്പുകൾ വേർതിരിക്കുകയാണ്. മതിലുകൾക്ക് പിന്നെയും ഉയർച്ച കൂട്ടി കരിങ്കല്ല് കൊണ്ട് കെട്ടി അതിൽ ബലപ്പെടുത്തുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അന്ന് വെറും വേലികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ വേലി കെട്ടുന്നത് ഇല്ലിയുടെ മുള്ളുകൾ കൊണ്ടാണ്. ഇല്ലി മുള്ളു കൊണ്ടുള്ള വേലികളായിരുന്നു നാട്ടിൽ മുഴുവൻ. ഇല്ലിയുടെ മുള്ളുകൾ വെട്ടുവാൻ വേണ്ടി പരിശീലനം ലഭിച്ച, അതായത് വളരെ ദുഷ്കരമാണ് ഇല്ലിയുടെ മുള്ളു വെട്ടാൻ. ഇല്ലിത്തുറു എന്ന് പറയുന്ന ഇതിൽ കയറി 19-100 കൂടുതൽ ഇല്ലികൾ ഒരുമിച്ചുള്ളതിൻ്റെ അവിടെ പോയി മുള്ളു വെട്ടിയെടുക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ മുള്ളു വെട്ടിയെടുക്കാൻ പരിശീലനം കിട്ടിയ ചുരുക്കം ചില ആളുകളിൽ ഒരാളായിരുന്നു എൻ്റെ അപ്പൻ. അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം രാവിലെ, ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മുള്ളു വെട്ടാൻ വേണ്ടി വേലി കെട്ടാൻ വേണ്ടി പോയപ്പോൾ ഇല്ലിത്തുറുവിൻ്റെ മുകളിൽ കയറി നിന്ന് ഇല്ലിമുള്ളു വെട്ടിയപ്പോൾ, ഇല്ലിത്തുറുവിൻ്റെ മുകളിൽ കയറി ഒത്തിരി പൊക്കമുണ്ട്, മുള്ളു കയറി ഇല്ലിത്തുറുവിൽ നിന്ന് മുള്ളു വെട്ടിയപ്പോൾ ഒരു മുള്ളു തറച്ച് കണ്ണിൽ കൊണ്ടു. അവിടെ വെച്ച് കണ്ണ് പൊട്ടി രക്തം വാർന്ന് ആ കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ടാണ് താഴെ ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. ഞാൻ ജനിക്കുമ്പോഴേ ഒരു കണ്ണുള്ള അപ്പനെയാണ് കാണുക. താഴെ ഇറങ്ങി എറണാകുളത്തെ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ചികിത്സ കഴിഞ്ഞ് പിന്നെ ഒരു കണ്ണില്ലാത്ത അപ്പനെയാണ് ഞാൻ ജനിച്ചപ്പോൾ കാണുന്നത്. അന്ന് അപ്പനോട് ഞാൻ എൻ്റെ ഓർമ്മയുണ്ടാകുമ്പോൾ ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞത് അത് അന്ന് ഒരു ദിവസത്തെ പണിക്കൂലിയും തന്നു, ആശുപത്രി പാടുള്ള കൂലിയും തന്നു എന്നാണ്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചാണ് അച്ഛൻ ഞങ്ങൾ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ചോദിച്ചത്, എനിക്ക് തോന്നുന്നത് മുളയുടെ സംഗീതത്തിൻ്റെ കാര്യം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ നേരത്തെ ഞാൻ ചോദിച്ച ഒരു കാര്യമുണ്ടല്ലോ, ഈ ഒരു ദിവസത്തെ മുഴുവൻ പണിയും കഴിഞ്ഞിട്ട് പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുത്ത് ക്ഷീണിച്ച്, താങ്കളുടെ കൗമാരപ്രായമാണ് ഏകദേശം 16-17 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിൻ്റെ യൗവനത്തിൻ്റെ തുടക്കം. ആ സമയത്ത് ഒരു ദിവസം മുഴുവനും പണിയെടുത്തിട്ട് അത്രമേൽ കഷ്ടപ്പെട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ, ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ, അതിനുശേഷം ആ പണിക്ക് ഉള്ള അധ്വാനത്തിൻ്റെ വില എന്നുള്ള നിലയ്ക്ക് അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ യജമാനത്തിയോ മറ്റോ ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം മാത്രം തരുന്നു. അത് കുടിച്ചിട്ട് അതിൽ തൃപ്തിപ്പെട്ടിട്ട് അതിനെ എതിർക്കാനോ ചോദ്യം ചെയ്യാനോ പോകാതെ എന്തുകൊണ്ട് മടങ്ങിപ്പോയി? അല്ല, അതിൽ ചോദ്യത്തിൽ ചെറിയൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിരിക്കുന്നു. അന്നെല്ലാം പണിക്ക് പോകുമ്പോൾ 2 തരം പണിയുണ്ടായിരുന്നു. ഒന്ന് ഉച്ചപ്പണി, ഒന്ന് വൈകിട്ട് പണി. ഈ ഉച്ചപ്പണി എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കിട്ടും, രാവിലെ അല്ല ഉച്ചയ്ക്ക് ആഹാരം കിട്ടും, പണിക്കൂലി വാങ്ങിച്ചുകൊണ്ട് വരും.
വൈകുന്നേരത്തെ പണിക്കും ഉച്ചയ്ക്ക് ആഹാരം കിട്ടും, വൈകിട്ട് എന്തെങ്കിലും കാപ്പി കിട്ടും, തിരിച്ചു വരും. പക്ഷെ നമ്മൾ കൊയ്ത്തിനും മെതിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോഴാണ് ഇദ്ദേഹം ചോദിച്ചതെന്ന് മനസ്സിലാക്കുന്നു. കൊയ്ത്തിനും മെതിക്കും പോകുമ്പോൾ നമുക്ക് അങ്ങനെ ആഹാരം കിട്ടില്ല. നമുക്ക് കൊയ്ത്തിന് പതമ്പാണ് കിട്ടുക. 6-1 പതമ്പ്, നെല്ലുണ്ടാക്കുമ്പോൾ 6, അവർക്ക് നമുക്കൊന്ന്. അങ്ങനെ ഒരു ദിവസം മുഴുവൻ കൊയ്ത് ക്ഷീണിച്ച് ചുരുട്ട് ചോന്നുകൊണ്ട് ക്ഷീണിച്ച് ചെല്ലുന്ന അവസരത്തിൽ നമ്മൾ ദാഹിച്ച് ഉച്ച സമയത്ത് നമ്മൾ വെള്ളം ചോദിക്കുമ്പോഴാണ് നമുക്ക് കഞ്ഞിവെള്ളം കിട്ടുക. പക്ഷേ അത് ആ കഞ്ഞിവെള്ളം കിട്ടുമ്പോൾ തന്നെ അതിൽ അമൃതിൻ്റെ സ്വാദായിട്ട് കരുതിയിട്ടുള്ളൂ. അന്നേരം കഞ്ഞി കിട്ടാത്ത എന്താണെന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല. കാര്യം നമ്മളിതിന് അർഹതപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് അർഹതയുള്ളെന്നുള്ള ബോധം അന്നേ നമുക്കുണ്ട്. അല്ലാതെ ഇതിൽ കൂടുതൽ നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന വിചാരം നമുക്കില്ല. കാര്യം നമുക്ക് കൂടി ജീവിക്കാനുള്ളതാണ് അവരുടെ പറമ്പ്, അവരുടെ മുറ്റം, അവരുടെ ആ വയൽ. നമ്മൾ കൂടി അധ്വാനിച്ചുണ്ടാക്കുന്ന മുതലാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് അർഹതയുള്ളൂ എന്ന വിചാരം അന്നേ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം പ്രത്യേകിച്ച് മനസ്സിൽ ഒരു ബോധമോ അല്ലെങ്കിൽ അത് എതിർക്കപ്പെടേണ്ട കാര്യമാണെന്ന് അന്നുള്ള ഇപ്പോഴത്തെ കൂട്ടം ഇപ്പോഴും അങ്ങനെയൊന്നും അന്നില്ലായിരുന്നു. ഇന്ന് എല്ലാവരും ഒരുമയോട് കൂടിയാണ് നാട്ടിൽ ജീവിച്ചത്. പരസ്പരം സ്നേഹിച്ചും പരസ്പരം സഹകരിച്ചും ഉള്ളത് പങ്കുവെച്ചുമൊക്കെയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. അത് ഈ പി കെ മാധവൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരേണ്ട ഒരു ചിന്ത എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് സമാന്തരമായിട്ട് വലിയ എതിർപ്പും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാവേണ്ടതാണ്, ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ചരിത്രവും നമ്മൾക്കുണ്ട്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല, അതിനോട് സമരസപ്പെട്ട് ഇതാണ് ഞങ്ങളുടെ ജീവിതം എന്ന് തെറ്റായി വിചാരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളവരുടെ കൂടി അടിയാള ചരിത്രം നമ്മൾക്കുണ്ട് എന്നാണ് ഒരുപക്ഷെ അതിൽ നിന്ന് വായനക്കാർ ഒരുപക്ഷെ വായിച്ചെടുക്കുക. അത് വായനക്കാരുടെ സ്വാതന്ത്ര്യമാണ്. ഇതിൽ താങ്കളുടെ അപ്പൻ്റെ കല്യാണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ചുട്ടിക്കരയൻ തോർത്ത് പുടവയായി നൽകി അപ്പൻ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. അടുത്ത പുലരിയിൽ മുതുകിൽ പനയോലക്കുടയും ചൂടി അന്തി വരെ നവവധു ഞാറ് നടാൻ പോയി എന്ന്. താങ്കളെ പ്രസവിച്ചതിൻ്റെ 4-5 ദിവസം കഴിഞ്ഞ് 5-ാം ദിവസം താങ്കളുടെ അമ്മ പാടത്ത് പണിക്ക് പോയി എന്നുള്ളതിൻ്റെ ചരിത്രവും പറയുന്നുണ്ട്. ഇത് അന്നത്തെ കാലത്ത് ഉടനീളം സംഭവിച്ചിരുന്ന ഒന്നായിരുന്നു. അത് അന്നത്തെ കാലത്ത് സാർവത്രികമായിരുന്നു. കാര്യം അന്ന് 9-10 മക്കൾ മിക്ക കുടുംബത്തിലും, ഞങ്ങളുടെ സമുദായത്തിൽ തന്നെയല്ല മിക്ക കുടുംബത്തിലും ഉണ്ടായിരുന്നു. അന്ന് പാടത്തും പറമ്പിലൊക്കെ പണിക്ക് പോകുന്ന ഞാൻ കേട്ടിട്ടുള്ളത് തന്നെ പറയാം, പലരും ഇങ്ങനെ പ്രഗ്നൻ്റാവുന്ന സമയത്ത് വീട്ടിലേ ഇരുന്ന് ഇട്ടല്ല പോവുക. ഇപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞതിൻ്റെ കാര്യം എനിക്കറിയാം. പ്രസവവേദന തുടങ്ങിയപ്പോഴാണ് പാടത്ത് നിന്ന് കയറി വീട്ടിലേക്ക് വന്നതെന്ന്. അതിൽ പ്രസവിച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വയലിലേക്ക് ഇറങ്ങിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിന് കാര്യം അവിടെ റെസ്റ്റ് എടുക്കാനുള്ള സമയം അവർ നോക്കിയിട്ടില്ല. പിന്നെ അവരുടെ ആരോഗ്യം അങ്ങനെ തന്നെയായിരുന്നു. കാര്യം അവർക്ക് വയലിലെ പണി, നാട്ടിലെ പണി, വീട്ടിലെ പണി ജോലി തന്നെയായിരുന്നു അവർക്ക്. ജീവിക്കാനുള്ള നിവൃത്തി മറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്നത്തെ ശീലം തന്നെ അങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു റെസ്റ്റ് ഇതേപോലെ എടുത്തതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ മിക്കവാറും എല്ലാവർക്കും അറിയാം, അന്ന് അംഗസംഖ്യ എല്ലാ സ്ഥലത്തും കൂടുതലായിരുന്നു. 9-10 മക്കൾ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. ഈ ഒരു പുസ്തകം മുണ്ടകൻ കൊയ്ത്തും മുളേരി പായസവും ഒരു അടിയാളൻ്റെ ആത്മകഥ എന്നുള്ള ഈ പുസ്തകം വായിക്കുന്ന വായനക്കാരെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ ഒക്കെ കൃതികളിലുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു മാജിക്കൽ റിയലിസത്തിന് തുല്യമായ രീതിയിൽ, ആഖ്യാനത്തിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഗ്രാമത്തിനകത്ത് നടക്കുന്ന വിചിത്രമായ സംഭവങ്ങൾ, അവരുടെ വിചിത്രമായ പണിരീതികൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു ചിത്രം നമ്മൾക്ക് ഈ പുസ്തകം തരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ഭൂമിയിൽ എത്രയോ മനുഷ്യരുടെ വിചിത്രങ്ങളായിട്ടുള്ള ജീവിതങ്ങൾ, അത് ഫിക്ഷനെ അതിലംഘിക്കുന്ന രീതിയിലുള്ള വിപുലമായ ആഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ അർത്ഥത്തിൽ ഇപ്പോൾ ഇല്ലി വെട്ടാൻ കയറി അതിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുന്ന സമയത്ത് മൂർഖൻ പാമ്പ് വന്ന് മുഖത്തിന് നേരെ പത്തി വിടർത്തി നിൽക്കുന്നത് അടക്കമുള്ള അനുഭവങ്ങളെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു വിചിത്രങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ അടിയാള ജീവിതത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്? ഈ മഴക്കാലത്ത് ഞങ്ങളുടെ സമുദായത്തിൻ്റെ പ്രധാന വരുമാന മാർഗം കുട കെട്ടുകയായിരുന്നു. കുട കെട്ടുന്നത് ഈ കുടപ്പന എന്ന് പറയുന്ന പനയിൽ നിന്ന് ഓല വെട്ടിയിട്ടാണ് കുട വെട്ടുക. ആ ഓല മുഴുവൻ ശേഖരിച്ച് കൊണ്ടുവരുന്നത് വളയഞ്ചരങ്ങരയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരം മടക്കസ്ഥാനം എന്ന് പോയ സ്ഥലത്ത് പോയിട്ടാണ് ഓല വെട്ടിക്കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ പനയുടെ മുകളിൽ കയറി ഓല വെട്ടുന്ന സമയത്ത് പനയുടെ ഓലയുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന മൂർഖൻ പാമ്പ് കൊത്താൻ വന്ന കാര്യമാണ് അപ്പൻ പറഞ്ഞ കാര്യം ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അപ്പന് മറ്റൊന്നും പറ്റിയിട്ടില്ല, കൊത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ചോദിച്ചു വന്നതെന്ന് എനിക്ക് മറ്റൊരു കാര്യം തോന്നിയത്, ഇതിൽ പല പദങ്ങളും, അതായത് ഞങ്ങളുടെ സമുദായത്തിന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തലമുറയ്ക്ക് മുമ്പ് അമ്മയുടെ ചെറുപ്പകാലത്ത് നിന്ന് അമ്പലത്തിൽ പോയി തൊഴുവാനോ
ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുവാനോ ഞങ്ങളുടെ സമുദായത്തിന് അനുവാദമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അന്നൊക്കെ ഞങ്ങളുടെ പുരയിടത്തിൽ തന്നെ ഞങ്ങളുടെ പൂർവികർക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾ ക്ഷേത്രം എന്ന് പറയുന്ന പ്രത്യേക സ്ഥാനം കൊടുത്തിരുന്നു. അത് പ്രത്യേകിച്ച് മരക്കൂട്ടങ്ങൾക്കിടയിൽ അവിടെ ഞങ്ങൾ തൊടുവില്ല, അവിടെ കാട് വളർന്നു നിൽക്കും. അവിടെ ഞങ്ങളുടെ പൂർവികരെ കുടിയിരുത്തി എന്ന് പറഞ്ഞു, കുടിയിരുത്തുക, കരിങ്കല്ലൊക്കെ വെച്ച് അവിടെ കുടിയിരുത്തിയിരിക്കുന്നത് പതിയെന്ന് ഞങ്ങളതിന് പറയുക. അവിടെ ഞങ്ങൾ വർഷത്തിലൊരിക്കൽ പൂജ നടത്തുമായിരുന്നു. അങ്ങനെ വർഷത്തിലൊരിക്കൽ പൂജ നടത്തുന്ന ക്ഷേത്രങ്ങൾ, ഇങ്ങനെ ഒത്തിരി ആചാരങ്ങൾ കുന്നത്ത് നാട്ടിൽ നിന്നല്ല കേരളത്തിലെ പല ഭാഗങ്ങളിലും ഞങ്ങളുടെ സമുദായങ്ങൾക്ക് അന്നുമുണ്ട്. ഇന്നും പലരും അത് തുടർന്നു വരുന്നുണ്ട്. പക്ഷേ കാലക്രമേണ ഞങ്ങൾക്കൊന്നും അത് കൊണ്ടു നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളതെല്ലാം ശാസ്ത്രീയ വിധിപ്രകാരം വീട്ടിൽ നിന്ന് മാറ്റി. പക്ഷേ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ അതിൽ ഞങ്ങളുടെ സമുദായത്തിന് ചില പ്രത്യേകതയാണ്. ഇങ്ങനെ പൂർവികരെ എല്ലാം ഞങ്ങൾ തൃപ്തിപ്പെടുത്തുക, അവർക്കുള്ള കർമ്മം ചെയ്യുക, അങ്ങനെയുള്ളത് അന്ന് സാർവത്രികമായിരുന്നു. ഈ നമ്മുടെ ഭാഷയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരൊറ്റ ഭാഷ മതി, ഒരൊറ്റ രാഷ്ട്രം മതി, ഒരു ദേശം ഒരു ഭാഷ എന്നുള്ള രീതിയിലേക്കൊക്കെ ഫാസിസം അതിൻ്റെ വലിയ നടപ്പാക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് താങ്കളുടെ ഭാഷ, പറയരുടെ ഭാഷ എന്ന് പറയുന്നത് മിക്കവാറും അന്യം നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ ഭാഷയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയൊരു ശ്രമം നടത്തുക എന്നുള്ളത് കൂടി ഈ പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ട് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ സമയം 12 മണിയാവാൻ പോവുകയാണ്. പലർക്കും വിശപ്പ് തോന്നുന്നുണ്ടാവും. ഞുർണി മെറ്റിയോ എന്ന് ചോദിച്ചാൽ കഞ്ഞി കുടിച്ചോ എന്നാണ് പറയുക ഭാഷയിലുള്ളത്. ഇതേപോലെ ഉള്ള മറ്റ് വാക്കുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു താങ്കളുടെ നാവിൽ നിന്ന് പോലും അത് അപ്രത്യക്ഷമായിരിക്കുന്നു. എങ്ങനെയാണ് എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കിയിട്ട് ഒറ്റ ഭാഷ മാത്രം മതിയെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഭാഷയെ പുനഃസൃഷ്ടിക്കാൻ കഴിയുക? നമ്മുടെ സമയം തീരാറായതുകൊണ്ട് ഇത് വളരെ ചുരുക്കി പറയാം. പണ്ട് കാലത്ത് നിങ്ങളിപ്പോൾ വായിച്ചിട്ടുണ്ടാവും, ഞങ്ങളുടെ സമുദായക്ക് അടിമവർഗമായിരുന്നു, അത് അടിമകളായിരുന്നു. 2 നൂറ്റാണ്ട് മുമ്പ്, 200 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അടിമകളെ ഒരു ഇല്ലത്തിൽ നിന്ന് മറ്റൊരു ഇല്ലത്തേക്ക് കൊണ്ടുപോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനും ഞങ്ങൾക്ക് പ്രത്യേകതരം ഭാഷയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നതിന്, അത് മേലാളന്മാരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ കോഡ് ഭാഷയുണ്ടായിരുന്നു. അതായത് കിണുമ്പെന്ന് വെച്ചാൽ കുട്ടി, വാക്കണമെന്ന് വെച്ചാൽ നോക്കുക, ഇങ്ങനെ ഞൊർണിക്കുക എന്ന് വെച്ചാൽ വരിക, ഇങ്ങനെ കുറേ ഭാഷകളുണ്ടായിരുന്നു. അവയെല്ലാം എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിലെ പറഞ്ഞു കേട്ടിട്ടുള്ള കുറേ വാക്കുകൾ ഓർമ്മയുണ്ട്. പക്ഷേ ഈ മറന്നുപോയ ഈ വാക്കുകളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു പഠനം നടത്തി, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പഠനം നടത്തി, ഇതുവരെ ഒന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഈ മഹത്തായ ഭാഷ ഒരു പഠനം നടത്തി ഇതൊരു ഗ്രന്ഥമായിട്ട് സൂക്ഷിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ നിൽക്കുന്നു. അത് കാലം എങ്ങനെ അതിനുള്ള സമ്മതി നൽകുമെന്നറിയില്ല. അതിനുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. ഇതൊരു മഹത്തായ ഭാഷ കാത്തു സൂക്ഷിക്കണമെന്നുള്ളത്, ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കണമെന്നുള്ളത്. ആ രീതിയിലുള്ള അധ്വാനങ്ങൾ ഇനി താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മുണ്ടകൻ കൊയ്ത്തും മുളയരി പായസവും ഒരു അടിയാളൻ്റെ ആത്മകഥ എന്നുള്ള പുസ്തകം ആദ്യമായിട്ട് എഴുതിയ PK മാധവനുമായിട്ടുള്ള സംഭാഷണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടം എത്തിയിരിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിലേക്ക് ഇനി നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സാർ, വളയഞ്ചിറങ്ങരയിൽ നിന്ന് സാർ എങ്ങനെയാണ് ജീവിച്ച് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക്, ഒരു എഴുത്തുകാരൻ്റെ നിലയിലേക്ക് എത്തിയെന്ന് സാറ് പറഞ്ഞു കഴിഞ്ഞു. വളയഞ്ചിറങ്ങര മറ്റൊരു മഹാനായ എഴുത്തുകാരനെ കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. അടയാള ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയ C. അയ്യപ്പൻ സാറ് ഇപ്പോൾ യുവതലമുറയിൽ മനോജ് വെങ്ങോല എഴുതി വരുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, വളയഞ്ചിറങ്ങര എന്ന ഗ്രാമം അങ്ങയുടെ എഴുത്തിനെ, അങ്ങയുടെ ഔദ്യോഗികമായ ഉയർച്ചയെ രേഖപ്പെടുത്തുവാൻ എന്തെങ്കിലും സംഭാവന നൽകിയിട്ടുണ്ടോ? അതിനൊരു സംസ്കാര, ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകം എങ്ങനെയാണ് അങ്ങയെ സഹായിച്ചതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാര്യം C. അയ്യപ്പൻ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ, ഏറ്റവും മഹത്തായ ചെറുകഥകൾ എഴുതിയിട്ടുള്ള C. അയ്യപ്പൻ സാറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ വളയഞ്ചിറങ്ങര എന്നൊരു കഥ പോലുമുണ്ട്. അതേപോലെ ഇപ്പോൾ മനോജ് വെങ്ങലോട് പുസ്തകം മാതൃഭൂമി പലരും പ്രസിദ്ധീകരിച്ചു, നല്ല കഥകളാണ്. പക്ഷെ വളയഞ്ചിറങ്ങരയ്ക്ക് പറയുവാനുള്ളൊരു, എൻ്റെ പുസ്തകം, ഈ പുസ്തകം പ്രകാശനം ചെയ്തു തന്നെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ സാഹിത്യകാരൻ ശ്രീ ബെന്യാമിൻ സാറ് പ്രകാശനം ചെയ്തത്, പ്രിയപ്പെട്ട ശ്രീ ഷൗക്കത്ത് സാർ ഏറ്റുവാങ്ങിയത് വളയഞ്ചിറങ്ങരയിൽ വെച്ചിട്ടാണ്. അത് വളയഞ്ചിറങ്ങരയിൽ വെച്ച് നടത്താനുണ്ടായ കാര്യം, അവിടെ VN കേശവപിള്ള സ്മാരക വായനശാല എന്നൊരു വായനശാലയുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച വായനശാലയ്ക്കുള്ള സംസ്ഥാന ഗവൺമെൻറ് ഒത്തിരി പുരസ്കാരങ്ങൾ വാങ്ങിയ വായനശാലയാണ്. 4000-ൽ പരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വായനശാല, 60,000-ൽ പരം പുസ്തകങ്ങളുണ്ട്. ആ വായനശാലയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ പുസ്തകങ്ങൾ വായിച്ച്
അവിടെയുള്ള അന്നുള്ള എല്ലാ പുസ്തകങ്ങളും മുട്ടത്തുറക്കിയുടെ പുസ്തകങ്ങൾ തൊട്ട് വായിച്ച് ശീലിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അത് തന്നെ എൻ്റെ ഈ പുസ്തകത്തിലേക്കുള്ള ഈ പുസ്തകത്തിലേക്ക് എത്താനുള്ള എൻ്റെ വരികൾക്ക് വളരെ ഏറ്റവും സിമ്പിൾ വരികളാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തുറന്ന് പറയാം. വലിയ വരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതിനുണ്ടായ കാരണം തന്നെ എന്നെ വളർത്തിയത്, ഈ നിലയിൽ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ വായനശാലയാണെന്ന് എനിക്ക് തീർത്ത് പറയാനായിട്ട് സാധിക്കും. ഈ പുസ്തകത്തിൽ വളയഞ്ചരങ്ങരെക്കുറിച്ച് എൻ്റെ വായനശാല എന്നൊരു അധ്യായം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. താങ്ക് യു. ശ്രീ പി കെ മാധവൻ മുണ്ടകൻ കൊയ്ത്തും മുളയരിപ്പായസവും ഒരു അടിയാളൻ്റെ ആത്മകഥ എഴുതിയ ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂൾ പഠിക്കുക എന്ന് പറയുന്ന പകലൊക്കെ പണിക്ക് പോവുക, അതിനിടയിലുള്ള സമയം കിട്ടുന്ന സമയത്ത് പഠിക്കലാണ്. രാത്രി അപ്പനും അമ്മയും കുട്ടയും വട്ടിയും ഒക്കെ നെയ്യും, അതിനിടയിൽ ഇരുന്നിട്ട് വട്ടി നെയ്തുകൊണ്ട് തന്നെ പഠിച്ചിട്ടുള്ളതിൻ്റെ കഥയൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വായനശാലയിൽ നിന്ന് അന്നത്തെ കാലത്തെ സോവിയറ്റ് ലാൻഡിൻ്റെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വരുന്ന അന്നത്തെ സോവിയറ്റ് ലാൻഡ് പ്രസിദ്ധീകരണങ്ങൾ നല്ല മിനുസമുള്ള കടലാസിൽ വരുമായിരുന്നു. അത് വായനശാലയിലെ ലൈബ്രറിയനോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്ന് തൻ്റെ പുസ്തകങ്ങൾക്ക് ചട്ടയിടുമായിരുന്നു. അങ്ങനെ ചട്ടയിട്ട് അത്രമേൽ കഠിനമായിട്ടുള്ള അവസ്ഥകളിലൂടെ പോയി പഠിച്ചിട്ട് ഈ ഉയർച്ചയിലേക്ക് എത്തിയ അദ്ദേഹം പിന്നീട് സോവിയറ്റ് യൂണിയനിലേക്ക് സന്ദർശിക്കാൻ പോയതിൻ്റെ കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഈ പുസ്തകം എന്ന് പറയുന്നത് നമ്മൾക്ക് വലിയ ഒരു രചനാശൈലിയുടെ വ്യത്യസ്തത കൊണ്ടോ പൂർവ്വ രചയിതാക്കളുടെ ഗനഗംഭീരമായ ശൈലികളുടെ ആവർത്തനങ്ങൾ കൊണ്ടോ അല്ല, മറിച്ച് ഒരു ഇല്ലിമുളം കാടുകളിൽ നിന്ന് വരുന്ന ഒരു അടിയാളൻ്റെ ആത്മജീവിതത്തെ അത്രമേൽ നിഷ്കളങ്കവും പൂർവ്വഭാരങ്ങളൊന്നുമില്ലാത്ത ഒരു രചനയോടുകൂടി ആവിഷ്കരിക്കുന്നതിൻ്റെ നിഷ്കളങ്കതയും നൈർമല്യവും നമ്മൾക്ക് ഇതിൽ അനുഭവിക്കാൻ കഴിയും. നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയാത്തൊരു ജീവിതത്തെ ഏറ്റവും ലളിതമായ ഭാഷയിൽ ആവിഷ്കരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ശ്രീ പി കെ മാധവനുമായിട്ട് DC ബുക്സിൻ്റെ ഈ വേദിയിൽ വെച്ച് സംസാരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷങ്ങളായിട്ട് കരുതുന്നു. വളരെയധികം നന്ദി, സന്തോഷം. വളരെ നന്ദി. താങ്ക് യു.